എല്ലാവർക്കും നമസ്കാരം. PSC മെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാത്സിന്റെയും റീസണിങ്ങിന്റെയും 50 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ബാക്കി ഒരു 50 ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സീരീസ് എക്സാം നടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു 100 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വീഡിയോ പോയിട്ട് കാണാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാം. അതുപോലെ കഴിഞ്ഞ മിനി മാരത്തൺ നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കൂടി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഉറപ്പാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 30 പേരുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം ആണ്. കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാറ്റിയപ്പോൾ, ഒരാളെ കൂട്ടത്തിൽ നിന്ന് പോയി അല്ലെ, ഒരാൾ പോയപ്പോൾ ശരാശരി ഭാരം 60.5 ആവുകയാണ്. 60.5 കിലോഗ്രാം ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പോയ ആളുടെ ഭാരം എത്രയാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് വേണം? നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാം. 60 കിലോഗ്രാം ആയിരുന്നു ആദ്യത്തെ ശരാശരി അല്ലെ. ഒരാൾ പോയപ്പോ ശരാശരി കൂടി. എത്ര കൂടി? 0.5 കിലോഗ്രാം കൂടി അല്ലെ, 1/2 കിലോ കൂടി. ഒരാൾ പോകുമ്പോ ശരാശരി കൂടി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ പോയ ആളുടെ ഭാരം കുറവാണ് അല്ലെ. പോയ ആൾക്ക് ശരാശരി ഭാരത്തിനേക്കാളും കുറവായതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഭാരം കൂടിയത്, ശരാശരി ഭാരം കൂടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മൈനസ് ഇടണം. എത്ര കുറഞ്ഞു? 0.5. എത്ര പേരുണ്ടായിരുന്നു? 30 പേരുണ്ടായിരുന്നു. ഒരാൾ പോയപ്പോ അത് 29 അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 60-ൽ നിന്നും 29-ന്റെ പകുതി 14.5 കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. അപ്പോ 60-ൽ നിന്നും 14.5 കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം എത്രയായിരിക്കും? 45.5 കിലോഗ്രാം ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് ഓർത്തിരിക്കുക, പഠിച്ചു വെക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഒരു ക്ലാസ്സിലെ 42 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറുടെയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ വയസ്സ് 12. ടീച്ചറുടെ വയസ്സ് എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, നേരത്തെ 11 ഉണ്ടായത്, ടീച്ചറുടെ വയസ്സ് കൂട്ടിയപ്പോ 12 അപ്പൊ ടീച്ചർക്ക് എന്തായിരിക്കും? ബാക്കിയുള്ളവരെക്കാളും വയസ്സ് കൂടുതലായിരിക്കും. അതായത് ശരാശരി വയസ്സിനേക്കാളും മുകളിലായിരിക്കും ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ശരാശരി ആയിട്ട് ആദ്യം 11 ഉണ്ടായത്. ടീച്ചർ വന്നപ്പോ എത്ര കൂടി? 1 കൂടി. എത്ര പേരുണ്ട്? 42 കുട്ടികളുണ്ട്. ടീച്ചർ കൂടെ വന്നപ്പോ 43 അല്ലെ. അപ്പൊ 43. ഇനി നോക്കിക്കോ, 11 കൂട്ടണം 43 ചെയ്ത എത്ര വരും? 54. ടീച്ചറുടെ വയസ്സ് എത്രയായിരിക്കും? 54 ആയിരിക്കും. കിട്ടിയില്ലേ? ഒരു ക്വസ്റ്റ്യനും കൂടി പിടിച്ചോ. 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 150 സെന്റിമീറ്റർ ആകുന്നു. ഇതിൽ 4 കുട്ടികളുടെ ഉയരം യഥാക്രമം 140, 156, 155, 152 സെന്റിമീറ്റർ എന്ന നിലയിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 5-ാമത്തെ കുട്ടിയുടെ ഉയരം എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം ഉയരങ്ങളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 150 ആണ്. അപ്പൊ 5 കുട്ടികളുടെ ഉയരങ്ങൾ മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാല് 5 ഗുണിക്കണം 150 ആയിരിക്കും. 5 ഗുണിക്കണം 150 ചെയ്ത് കഴിഞ്ഞാല് 750 എന്ന് കിട്ടും അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന 4 പേരെ കൂട്ടി നോക്കിയാൽ മതി. 140, 156, 155, 152 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 603 എന്ന് വരും. 603. ഈ 603-നെ 750-ൽ നിന്ന് കുറച്ചാൽ നമ്മുടെ ഉത്തരവായില്ലേ. 603-നെ 750 കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ 7, ഇവിടെ 4, ഇവിടെ 1, 147 എന്നായിരിക്കും ഉത്തരം വരിക. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ 100 രൂപയാണെന്ന് വിചാരിക്കുക. ആദ്യം 100 രൂപ. അപ്പൊ ഡിസ്കൗണ്ട് എത്ര കൊടുത്തു? 20% ഡിസ്കൗണ്ട് കൊടുത്തു. 20% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം എത്ര രൂപയ്ക്കായിരിക്കും വിൽക്കുന്നുണ്ടാവുക?
അതിന്റെ 80% വിലക്കായിരിക്കും വിൽക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ 80/100. ഇനി അടുത്തത് 10% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ എത്ര വിലക്ക് വിൽക്കും? 90% വിലക്ക് വിൽക്കും അല്ലെ. 90% വിലക്ക് വിൽക്കും. ഇനി അടുത്തത് 25% കൊടുത്തു. അപ്പോ 75% വിലക്കായിരിക്കും വിൽക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതൊക്കെ കൂട്ടിയിട്ട് ഇതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 54% എന്ന് വരും. 54%. 54% എന്ന് കണ്ടപാടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇവിടെ ആൻസർ ഉണ്ടല്ലോ, അത് പോയിട്ട് കുത്തിക്കഴിഞ്ഞാൽ ശരിയായല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം എന്താ? ഇവിടെ 54% വിലക്കാണ് ആ സാധനം വിൽക്കുന്നത് എന്നാ പറയുന്നത്. ഓക്കെ, അല്ലാതെ 54% ഡിസ്കൗണ്ട് കൊടുത്തു എന്നല്ല. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 100 രൂപയുടെ സാധനം ഇപ്പൊ 54 രൂപക്ക് വിൽക്കുന്നു എന്നാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് കൊടുത്തത് അറിയാൻ വേണ്ടിയിട്ട് 100ൽ നിന്നും 54 കുറച്ചാൽ മതി. എത്ര വരും? 46 എന്ന് വരും. അപ്പോ ഉത്തരം എന്തായിരിക്കും? 46% ആയിരിക്കും. ഓപ്ഷൻ സി 46% ആയിരിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്. ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില 3000 രൂപയാണ്. 3000 രൂപയ്ക്ക് ഒരാള് എന്ത് വാങ്ങിച്ചു? ഒരു റേഡിയോ വാങ്ങിച്ചു. ഇനി 20% കൂട്ടി വിലയിട്ടു. അദ്ദേഹത്തിന് 8% ലാഭം കിട്ടിയാൽ മതി എങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് വന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3000 രൂപ എന്നൊക്കെ കണ്ടിട്ട് 3000 വെച്ചിട്ട് ഒരു വലിയ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ട. നിങ്ങൾ ഇതിപ്പോ 100 രൂപക്കാണ് വാങ്ങിയത് എന്ന് വിചാരിക്കാം. 100 രൂപയാണെന്ന് വിചാരിക്കാം. 20% ലാഭം കൂട്ടിയിട്ടു. 20% ലാഭം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 20% ലാഭം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എത്രയാകും? 120 രൂപയാകും അല്ലെ. 120 രൂപക്കായിരിക്കും അയാൾ അതിന്റെ വിലയിട്ടത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്? അയാൾക്ക് ആക്ച്വലി എത്ര രൂപ കിട്ടിയാൽ മതി? 8% ലാഭം കിട്ടിയാൽ മതി. അതായത് 8% ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് 108 രൂപയ്ക്ക് അതിന് വിറ്റാൽ മതി. 108 രൂപയ്ക്ക് വിറ്റാൽ മതി അല്ലെ. അപ്പൊ 120ഉം 108ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 12 രൂപ അല്ലെ. ഈ 12 രൂപ എന്ത് ചെയ്യാം? അയാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. അതായത് ഇങ്ങനെയാണ്, അയാൾ 120 രൂപ വിലയിട്ടു, എന്നിട്ട് 108 രൂപക്ക് വിൽക്കുകയാണ്. അപ്പൊ 12 രൂപ ഡിസ്കൗണ്ട് തരാന്നാണ് ആൾ എന്ത് പറയുന്നത്? കടയിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്നത്. അപ്പൊ ഈ 12 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എത്രയുടെ 120ന്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 120ന്റെ എത്ര ശതമാനമായിരിക്കും? 120ന്റെ 10% ആയിരിക്കും. 120ന്റെ 10% ആയിരിക്കും. അപ്പോ തെറ്റിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/100 എന്ന് എടുക്കും. 12/100 എന്ന് എടുത്തു കഴിഞ്ഞാൽ 12% എന്ന് വരും. അപ്പൊ തെറ്റായിരിക്കും. നമ്മൾ ഡിസ്കൗണ്ട് എപ്പോഴും കൊടുക്കുന്നത് എന്തിലായിരിക്കും? മാർക്കഡ് പ്രൈസിലായിരിക്കും അല്ലെ. രേഖപ്പെടുത്തിയ സാധനത്തിന്റെ മുകളിൽ രേഖപ്പെടുത്തിയ വിലക്കായിരിക്കും എപ്പോഴും ഡിസ്കൗണ്ട് അനുവദിക്കുക. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക, തെറ്റിക്കാതിരിക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് രാമു 1500 രൂപയ്ക്ക് വാങ്ങിയ ഒരു മേശ 1500 രൂപയ്ക്ക് വാങ്ങിയ ഒരു മേശ 1200 രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ നഷ്ടശതമാനം എത്ര? 1500 രൂപയ്ക്ക് വാങ്ങിച്ചു, 1200 രൂപയ്ക്ക് വിറ്റു. അപ്പൊ എത്ര രൂപ നഷ്ടം വന്നു? 300 രൂപ നഷ്ടം വന്നു. ഈ 300 രൂപ 1500ന്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 300/1500 ഇൻറ്റു 100 അല്ലെ. 300ന്റെ 2 പൂജ്യവും ഈ 2 പൂജ്യവും പോയി. 3 15ൽ 5 വട്ടം, 5 100ൽ 20 വട്ടം. അപ്പൊ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ബി 20% ആയിരിക്കും. അപ്പൊ കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാം. 20% ലാഭത്തിൽ ഒരു വസ്തു വിറ്റപ്പോൾ 60 രൂപ കിട്ടിയെങ്കിൽ വാങ്ങിയ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 20% ലാഭത്തിൽ വിറ്റപ്പോ എന്ത് ചെയ്തു? വിറ്റപ്പോൾ 60 രൂപ കിട്ടി. ഒരു വസ്തു വിറ്റപ്പോ 60 രൂപ കിട്ടിയെങ്കിൽ വാങ്ങിയ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 120% 120% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 രൂപയായിരിക്കും. 120% 60 രൂപയാണ്. അപ്പൊ 100% എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോ, 120ന്റെ പകുതിയല്ലേ 60. അപ്പൊ 100ന്റെ പകുതി ആയിരിക്കും നമ്മുടെ ഉത്തരം. എത്ര വരും?
50 രൂപയായിരിക്കും ഇവിടെ ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്ത് 60 ഗുണിക്കണം 100 ബൈ 120, ഇപ്പോഴും എന്ത് വരും 50 എന്ന് വരും. ഇപ്പൊ എളുപ്പം നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കി ഈ ഒരു വഴി ഉപയോഗിച്ച് കഴിഞ്ഞാല്. ഇപ്പൊ ഇത് അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 750 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ 14% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? അതായത് 750 രൂപയാണ് വാങ്ങിയ വില, നമുക്ക് ലാഭം എത്രയാണ് വേണ്ടത്? 14% അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 750ന്റെ 14% കണ്ടുപിടിച്ചാ പോരെ? 750ന്റെ 14% കണ്ടുപിടിച്ച എന്തായി? നമ്മുടെ ഉത്തരവായി. എന്നിട്ട് എന്ത് ചെയ്യുക? ആ 750ന്റെ കൂടെ അത് കൂട്ടുക, അപ്പൊ നമ്മുടെ ഉത്തരം കിട്ടും. അപ്പോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 105 എന്ന് വരും. 105 രൂപ അധികം വിറ്റ് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? 14% ലാഭം കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 750ന്റെ കൂടെ 105 കൂടെ ചേർക്കണം. അപ്പൊ എത്ര വരും? 855 എന്ന് വരും. അതെവിടെ കിടക്കുന്നേ? സീലല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. സ്വാതിക്ക് 35 ലക്ഷം രൂപയ്ക്ക് ഒരു പഴയ വീട് വാങ്ങുകയും 3 ലക്ഷം രൂപ നൽകി അറ്റകുറ്റപ്പണികൾക്ക് ചെലവാക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്? പിന്നെ അവൻ 5% ലാഭത്തിൽ വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവസാനം എത്ര രൂപ കിട്ടി എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആള് ഈ വീട് വാങ്ങിച്ചിട്ട് എത്ര രൂപ ചെലവാക്കി, അതായത് അറ്റകുറ്റപ്പണി ഉൾപ്പെടെ എത്ര രൂപ ചെലവാക്കി എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് PSC ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരാൾ ഒരു ബൈക്ക് വാങ്ങി 45,000 രൂപ കൊടുത്തിട്ട് 5,000 രൂപ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് അതിനു വേണ്ട അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു, എന്നിട്ട് ഒരു 15% ലാഭത്തിന് വിറ്റു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനു മുന്നേയും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇയാളുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അയാള് വാങ്ങുമ്പോൾ ചെലവാക്കിയ വിലയും അതിന്റെ അറ്റകുറ്റപ്പണിക്ക് എടുത്ത വിലയും കൂട്ടിയതായിരിക്കും വാങ്ങിയ വില എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 35 ലക്ഷം രൂപ. 35 ലക്ഷം രൂപയുടെ കൂടെ എത്ര കൂട്ടുകയാണ്? 3 ലക്ഷം രൂപ കൂടെ കൂട്ടുന്നതായിരിക്കും എന്ത് വരുന്നത്? 38 ലക്ഷം രൂപ. 38 ലക്ഷം രൂപയായിരിക്കും ആളുടെ വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇയാൾ ഇത് 5% ലാഭത്തിന് വിൽക്കുകയാണ്. 5% ലാഭത്തിന് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ഈ 38 ലക്ഷത്തിന്റെ 5% കണ്ടുപിടിക്കുക. 38 ലക്ഷത്തിന്റെ 5% കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? 38 ലക്ഷത്തിന്റെ 10% കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ പകുതിയാക്കുക. എന്തായിരുന്നു? 38 ലക്ഷത്തിന്റെ 10% കണ്ടുപിടിക്കുക, പകുതിയാക്കുക. പകുതിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇത്രയും വരും. 19. 38ന്റെ പകുതി 19 അല്ലെ. 19ന്റെ കൂടെ 4 0 കൂടെ വരും അല്ലെ. 4 0 കൂടെ വരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്താൽ മതി. ഈ തന്നിരിക്കുന്നതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവായി. എത്രയായിരിക്കും വരുന്നത്? 399, പിന്നെ ഒരു 4 0 കൂടെ വരും. അതെവിടെയാ കിടക്കുന്നത്? ഓപ്ഷൻ ബിയിലല്ലേ. അപ്പൊ അതാണ് ഉത്തരം. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു റേഡിയോ 20% ലാഭത്തിന് 720 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി 120% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 720 രൂപയാണ്. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാങ്ങിയ വിലയല്ലേ. അതായത് 100% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? 720 ഗുണിക്കണം 100 ബൈ 120 അല്ലേ. അപ്പൊ 720നെ 120 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 720ൽ 120 6 വട്ടം പോകും. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 600 ആയിരിക്കും. ഓപ്ഷൻ ബി അല്ലെ. അപ്പോ അത്രയേ ഉള്ളൂ സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരാള് 15,000 രൂപയ്ക്ക് വാങ്ങിയ TV 13,350 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നഷ്ടം എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നഷ്ടം എത്ര രൂപയാണ്? 15,000ൽ നിന്നും നമ്മൾ എന്ത് ചെയ്താൽ മതി? 13,350 കുറച്ചാൽ മതി. കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0 5 6 1 1650 രൂപ നഷ്ടം വന്നു എന്ന് കിട്ടും. ഈ 1650 രൂപ 15,000ന്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ ഉത്തരവായില്ലേ. അപ്പൊ 1650 ഹരിക്കണം 15,000
15,000 ഗുണിക്കണം 100 ചെയ്തു കഴിഞ്ഞാൽ എത്ര വരും? 11 എന്ന് വരും. 11% ഇവിടെ ഉണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുമല്ലോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. അടുത്തത്, ഒരു സൈക്കിള് 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ വേഗത എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എത്രയായിരിക്കും വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ദൂരം ബൈ സമയം അല്ലെ? ദൂരം ബൈ സമയമാണ്. അപ്പൊ ഇവിടെ ദൂരം എത്രയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നേ? 5 കിലോമീറ്റർ. സമയം എത്രയായിരുന്നു? 25 മിനിറ്റ്. 25 മിനിറ്റ് അല്ലെ? അപ്പോ നമുക്ക് എന്തെടുക്കാം? നമുക്ക് ഈ 5 25-ൽ 5 പ്രാവശ്യം പോകും. 1/5 കിലോമീറ്റർ പെർ മിനിറ്റ് എന്നെടുക്കാം. 1/5 കിലോമീറ്റർ പെർ മിനിറ്റ് എന്നെടുക്കാം. അതുപോലെ തന്നെ എടുക്കാം. കാരണം എന്താണ്? നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് മിനിറ്റിലാണ്. അപ്പൊ നമുക്ക് മിനിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്? 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? അപ്പൊ ദൂരം ബൈ വേഗത ചെയ്തു കഴിഞ്ഞാല് നമുക്ക് എന്തായി? സമയം കിട്ടി. നമ്മൾ ഓൾറെഡി ഒരു വേഗത കണ്ടുപിടിച്ചില്ലേ? 1/5 കിലോമീറ്റർ പെർ മണിക്കൂർ അല്ല മിനിറ്റ് എന്ന്. അപ്പൊ 1/5 കൊണ്ട് ഹരിക്കുമ്പോ എന്ത് ചെയ്താൽ മതി? 3.5-നെ 5 കൊണ്ട് ഗുണിച്ചാ മതി. 3.5-നെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും ഉത്തരം വരുന്നത്? 17.5 എന്ന് വരും അല്ലെ? 17.5 മിനിറ്റ് എന്നായിരിക്കും ഉത്തരം വരുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക. ഇതുപോലെ ഇനിയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം എത്രയാണെന്നാണ്. അപ്പോ നമുക്ക് ഇവിടെയും എന്താണ് ചെയ്യേണ്ടത്? മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം അല്ലെ? നമുക്ക് എന്താ തന്നിരിക്കുന്നത്? അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗതയാണ് തന്നിരിക്കുന്നത്. ഇനി അതിന് പോകേണ്ടത് എത്ര ദൂരമാണ്? 80 കിലോമീറ്റർ ആണ്. അപ്പൊ 80/120. 80/120. എന്നിട്ട് എന്ത് ചെയ്യണം? മണിക്കൂറിലല്ലേ നമുക്ക് ഉത്തരം കിട്ടുന്നത്. അതിനെ നമ്മൾ എന്താക്കണം? മിനിറ്റിലേക്ക് മാറ്റണം. അപ്പോ 60 120-ൽ 2 വട്ടം 80/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 എന്ന് വരും. ഉത്തരം 40 മിനിറ്റ് ആയിരിക്കും. കിട്ടിയല്ലോ? പിടികിട്ടിയല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഒരാള് ഓഫീസിലേക്ക് 35 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ പോകുന്നു. തിരിച്ച് വീട്ടിലേക്ക് 15 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും വരുന്നുണ്ട്. 2 യാത്രയിലും കൂടി 4 മണിക്കൂർ എടുത്തെങ്കിൽ അയാളുടെ വീടും ഓഫീസും തമ്മിലുള്ള ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം അല്ലെ? ശരാശരി വേഗത കണ്ടുപിടിക്കണം. ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2s1s2/s1 + s2 ആണെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോ എങ്ങനെ കണ്ടുപിടിക്കാം? s1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 35. 2 ഗുണിക്കണം 35 ഗുണിക്കണം 15 ബൈ 35 + 15. ഇപ്പൊ ചെയ്തു കഴിഞ്ഞാല് ഇതൊക്കെ അവിടെ തന്നെ വെച്ച 2 ഗുണിക്കണം 35 ഗുണിക്കണം 15 ബൈ 50 എന്ന് വരും. 50 എന്ന് വരും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സിംപ്ലിഫൈ ആണ്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 21 എന്ന് വരും. 21 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. കിലോമീറ്റർ പെർ അവർ എന്ന് വരും. അപ്പൊ 21 കിലോമീറ്റർ പെർ അവർ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടി. സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ദൂരം കണ്ടുപിടിക്കണം. ദൂരം കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ? ദൂരം ഗുണിക്കണം സമയം. അപ്പൊ ദൂരം നമുക്ക് കിട്ടി. ദൂരം നമുക്ക് കണ്ടുപിടിക്കണം. സമയം നമുക്ക് തന്നിട്ടുണ്ട്. വേഗത നമ്മൾ കണ്ടുപിടിച്ചു. ശരാശരി വേഗത കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 21-നെ നമ്മൾ എന്ത് ചെയ്യാണ്? 4 കൊണ്ട് ഗുണിക്കുകയാണ്. 21-നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 84 എന്ന് വരും. 84 കിലോമീറ്റർ എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? 84 പോയിട്ട് കുത്തരുത്. കാരണം എന്താണ്? ഇയാള് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയി, ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് 84 കിലോമീറ്റർ. നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്താണ്? വീടും ഓഫീസും തമ്മിലുള്ള ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ നേരെ പകുതി എടുക്കാം. ഇതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 42 എന്ന് വരും. 42. ഓപ്ഷൻ എ 42 ആയിരിക്കും ഉത്തരം വരിക. ഓക്കെ. അപ്പോ
അടുത്തത് 1 മണിക്കൂറിൽ ഒഴുക്കിന് അനുകൂലമായി 11 കിലോമീറ്ററും ഒഴുക്കിനെതിരെ 5 കിലോമീറ്ററും സഞ്ചരിക്കുന്ന ബോട്ട് നിശ്ചല ജലത്തിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതാ നേരെ ഒന്നും നോക്കണ്ട, 11ന്റെ കൂടെ 5 കൂട്ടുന്നു, പകുതിയാക്കുന്നു, എത്ര കിട്ടും? 8 എന്ന് കിട്ടും. 11ന്റെ കൂടെ 5 കൂട്ടുന്നു, പകുതിയാക്കുന്നു, 8 എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ സി 8 ആയിരിക്കും ഉത്തരം വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ അടുത്തത് എന്ത് ചോദിക്കാം? നമുക്ക് ഒഴുക്കിന്റെ വേഗത എത്രയാണെന്നുള്ളത് ചോദിക്കാം അല്ലെ. അപ്പൊ ഒഴുക്കിനൊപ്പം ഒരു ബോട്ടിന്റെ വേഗത 13 കിലോമീറ്റർ ആണ്. ഒഴുക്കിന്റെ വേഗം 2.5 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 13 കുറക്കണം. അതായത് ഒഴുക്കിനെതിരെയുള്ളത് തരും, ഒഴുക്കിന്റെ വേഗത തരും, ഇനി ഒഴുക്കിന് അനുകൂലമായിട്ടുള്ളത് ചോദിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ചോദിച്ച പോലെ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ളത് തരും, അതുപോലെ ഒഴുക്കിന്റെ വേഗത തരും, അല്ലെങ്കിൽ എന്നിട്ട് ഒഴുക്കിനെതിരെയുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ 13 കിലോമീറ്റർ ആണ് ഒഴുക്കിനൊപ്പമുള്ള വേഗത എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാ? 2 ഗുണിക്കണം ഒഴുക്കിന്റെ വേഗത എത്രയാ? 2.5. കുറച്ചു കഴിഞ്ഞാൽ എന്തായി? ഒഴുക്കിനെതിരെയുള്ള വേഗതയായി. അപ്പൊ 13ന്ന് 5 കുറച്ചു കഴിഞ്ഞാൽ 8. ഓപ്ഷൻ ഡി 8 ആയിരിക്കും ഉത്തരം വരിക. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 120 മീറ്റർ നീളമുള്ള തീവണ്ടി. അപ്പൊ തീവണ്ടിയുടെ നീളം 120 മീറ്റർ ആണ്. 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 180 മീറ്റർ നീളമുള്ള പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പാലത്തിന്റെ നീളം 180. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നീളം അല്ലെങ്കിൽ ദൂരം കണ്ടെത്താൻ വേണ്ടിയിട്ട് തീവണ്ടിയുടെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും നീളമുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ രണ്ടിന്റെ നീളം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഇക്വേഷനിൽ എടുക്കുന്ന ദൂരം കിട്ടും. അപ്പൊ ഇവിടെ എത്ര വരും ദൂരം? 300 എന്ന് വരും. 300 ആണ് ഇവിടുത്തെ ദൂരം വരുന്നത്. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൂരം കിട്ടി, നമ്മളടുത്ത് സമയം കണ്ടുപിടിക്കാനാ പറയുന്നത്. ദൂരം കിട്ടി, സമയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്പീഡ് വേണം അല്ലെ. അപ്പൊ സ്പീഡ് അല്ലെങ്കിൽ വേഗത എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 108 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാക്കിയൊക്കെ മീറ്ററിലാണ് തന്നേക്കുന്നത്. അപ്പൊ എന്താക്കണം? ഈ കിലോമീറ്റർ പെർ അവർ എന്നുള്ളതിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം. എന്താ ചെയ്യേണ്ടത്? 5/18 കൊണ്ട് ഗുണിക്കണം. 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 18 108 6 വട്ടം പോകും. അപ്പൊ 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വേഗത. 108 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വേഗത വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ദൂരം നമുക്കറിയാം 300 മീറ്റർ ആണ്. അതിനെ നമ്മൾ 30 കൊണ്ട് ഹരിക്കുന്നു. ഉത്തരം എത്ര വരും? 10 എന്ന് വരും. 10 സെക്കൻഡ്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. 90 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ എത്ര ദൂരം ഓടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചോദ്യം വേറെ ഒന്നുമല്ല, ഈ 90 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേ? 90 ഗുണിക്കണം 5/18 എന്ന് ചെയ്താൽ മതി. 90ൽ 18 5 വട്ടം പോകും. 5 ഗുണിക്കണം 5 25 എന്ന് വരും. അപ്പൊ ഉത്തരം ഡി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു വാഹനം യാത്രയുടെ ആദ്യ 120 മീറ്റർ ദൂരം 30 കിലോമീറ്റർ പെർ മണിക്കൂറിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം ശരാശരി 20 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ യാത്രയിലെ ശരാശരി വേഗത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നേരത്തെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചു. 2s1 s2 by s1 plus s2. അപ്പോ 2 into s1 എന്ന് പറഞ്ഞാൽ 30, s2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. 30ഉം 20ഉം കൂട്ടിക്കഴിഞ്ഞാൽ 50 എന്ന് വരും. 0 പോയി 5 30ൽ 6 വട്ടം പോകും. അപ്പൊ എത്ര വരും? 24 എന്ന് വരും. 24 കിലോമീറ്റർ പെർ മണിക്കൂർ ആയിരിക്കും ഇവരുടെ ശരാശരി വേഗത എന്ന് പറയുന്നത്. അടുത്തതോ, നീലിമ സഞ്ചരിച്ച തീവണ്ടി 2.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 300 കിലോമീറ്റർ ഓടിയാണ് കോഴിക്കോട് എത്തിയത്. അങ്ങനെയാണെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത മണിക്കൂറിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദൂരം തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്, നമുക്ക് വേഗത കണ്ടുപിടിക്കാം. 300/2 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
2.5 മണിക്കൂർ അല്ലെ 2.5 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 120 എന്ന് കിട്ടും. 120 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 120 ആയിരിക്കും നമ്മുടെ ഉത്തരം അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദാ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ വട്ടവും ചോദിക്കും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണും. അപ്പൊ ഇത് പഠിക്കാതെ പോകരുത്. നിങ്ങൾ ആരെങ്കിലും എന്ത് ചെയ്യുക, തെറ്റിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? സാധാരണ ബോർഡ് മാസ് ഇക്വേഷൻ യൂസ് ചെയ്യും അല്ലെ. ബോർഡ് മാസ് ഇക്വേഷൻ, ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്യും അല്ലെ. ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് പ്ലസ് എന്നാൽ ഗുണിക്കണം എന്നാണ് അല്ലെ. കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നേരെ അതുപോലെ എഴുതി വെക്കാം. കൂട്ടണം എന്ന് പറയുന്നിടത്ത് ഗുണിക്കണം എന്നിടണം. ഇനി അടുത്തത് അവിടെ 3 ഉണ്ട്. ഇനി അവിടെ കുറക്കണം എന്നാണുള്ളത്. കുറക്കണം എന്നാൽ കൂട്ടണം എന്നാണ്. കുറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടണം എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂട്ടലും ഉണ്ട് ഗുണിക്കലും ഉണ്ട്. ആദ്യം ഗുണിക്കണം എന്നുള്ള ചിഹ്നത്തെ ചെയ്യണം അല്ലെ. 3 ഗുണിക്കണം 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42. 42ന്റെ കൂടെ 4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം 46 അല്ലെ. കിട്ടിയില്ലേ? അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ശരിയായ ഗണിത ചിഹ്നങ്ങൾ തെരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു 6 ഉണ്ട്. ഇവിടെ നമുക്കൊരു ചിഹ്നം ഇടണം. ഇവിടെ ഒരു 6 ഉണ്ട് അല്ലെ. ഇവിടെ ഒരു ചിഹ്നം ഇടണം. ഇവിടെ ഒരു 6 ഉണ്ട് എന്ന് പറഞ്ഞാൽ 30 എന്ന് കിട്ടും. ഈ ഒരു ചിഹ്നം ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ 30 എന്ന് കിട്ടും. അപ്പോ നമുക്ക് ഏതോ ഒരു സംഖ്യന്ന് 6 കുറച്ച് കഴിഞ്ഞാല് നമുക്ക് 30 കിട്ടാം അല്ലെ. ഏതോ ഒരു സംഖ്യയോട് 6 കുറച്ച് കഴിഞ്ഞാൽ 30 കിട്ടാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യയോട് 6 കൂട്ടിക്കഴിഞ്ഞാൽ 30 കിട്ടാം. ഞാനിപ്പോ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇവിടെ 2 6 ഉള്ളത് കാരണം 6 ഗുണിക്കണം 6 മൈനസ് 6 ചെയ്തു കഴിഞ്ഞാൽ 30 കിട്ടില്ലേ എന്ന് നോക്കിയോ. 6 6 36 കുറക്കണം 6 എത്ര വരും? 36 6 പോയി കഴിഞ്ഞാൽ 30. അപ്പൊ നമ്മൾ എടുത്തത് ശരിയാണ്. ഗുണിക്കണവും കുറക്കണം എന്നുള്ള സിമ്പലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓപ്ഷൻ ഓരോന്നായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം? ഓപ്ഷൻ ഓരോന്നായിട്ട് എടുത്തെടുത്തിട്ട് ആ സ്പേസിൽ ഇട്ട് കൊടുക്കേണ്ടി വരും. കുറച്ച് സമയം പോകും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് 1 മാർക്ക് കിട്ടുന്ന ഏരിയ ആണ്. ആരും കളയരുത്. അടുത്തതാണെങ്കിലോ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണനത്തെയാണ്. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗുണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സങ്കലനത്തെ, അതായത് കൂട്ടുക അല്ലെ. ഹരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവകലനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. വ്യവകലനം എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതായത് കുറക്കുക എന്നാണ്. അപ്പൊ ഇവിടെ 35 ഗുണിക്കണം 20 എന്നുണ്ട്. 35 ഗുണിക്കണം 20. അപ്പൊ ഗുണനത്തിന് എന്താ ഉദ്ദേശിക്കുന്നത്? സങ്കലനം. 35 കൂട്ടണം 20. അപ്പൊ നമ്മൾ അത് എഴുതി. അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താ പറയുന്നത്? കൂട്ടണം എന്നുണ്ട്. കൂട്ടണത്തിന് പകരം എന്താ വേണ്ടത്? ഗുണിക്കണം എന്നുള്ള ചിഹ്നമാണ് വേണ്ടത്. അടുത്തത് 25 ഹരിക്കണം 15. അപ്പൊ 25ന്ന് 15 കുറക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവകലനമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണേ? ഇതെല്ലാം കൂടിയിട്ട് ഇവിടെ കുറക്കണം 5 എന്നുണ്ട്. കുറക്കണം എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹരണമാണ് അല്ലെ. ഹരണമാണ് നമ്മൾ കണ്ടു. അപ്പൊ 35ന്റെ കൂടെ 20 കൂട്ടിക്കഴിഞ്ഞാൽ 55 എന്ന് വരും. ഗുണിക്കണം 25ന്ന് 15 പോയി കഴിഞ്ഞാല് 10 എന്ന് വരും. ഹരിക്കണം 5 അല്ലെ. 5 10ൽ 2 വട്ടം. 2 ഗുണിക്കണം 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 എന്ന് വരും. ഓപ്ഷൻ എ 110 ആയിരിക്കും. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ അടുത്തത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനം, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണനം, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരണം അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സി എ ബി ഡി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ചിഹ്നം കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. 18 ഗുണിക്കണം 14 കൂട്ടണം 6 കുറക്കണം 16 ഹരിക്കണം 4 എന്ന് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ആദ്യം ഹരിക്കണം അല്ലെ. ഇവിടെ തന്നിരിക്കുന്ന ചിഹ്നങ്ങളിൽ ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഹരിക്കണം. ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ 4 എന്ന് വരും. കുറക്കണം 4. 6 ഇവിടെ കൂട്ടണം എന്നുണ്ട്. 18 ഗുണിക്കണം 14 252 എന്ന് വരും. 252. 252ന്റെ കൂടെ എന്ത് കൂട്ടുകയാണ്?
6ന്ന് 4 പോയി കഴിഞ്ഞാൽ 2, 252 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം 254 ആയിരിക്കും. ഓപ്ഷൻ ബി 254 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതാ ഇതേപോലെ ക്വസ്റ്റ്യൻ തന്നെയാണ് തന്നിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്ന ചിഹ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതുക, അല്ലെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക മാറ്റിയിട്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ 12 എന്നുള്ളത് 12 കുറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാ ഇവിടെ ഹരിക്കണം എന്നാണ്. 12 ഹരിക്കണം 3, ഗുണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടണമാണ് 4 അല്ലെ 4. ഇനി അടുത്ത ഗുണിക്കണം 2, കുറക്കണം 5 എന്ന് വരും. അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാം. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ആദ്യം നമ്മൾ ഹരിക്കണം അല്ലെ, തന്നിരിക്കുന്നതിൽ ആദ്യം നമ്മൾ ഹരിക്കണം. 12നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4 എന്ന് വരും. ഇനി 4 ഗുണിക്കണം 2 8, 8ന്ന് നമ്മൾ എന്ത് ചെയ്യണം, 5 കുറക്കണം. 8ന്ന് 5 കുറച്ചു കഴിഞ്ഞാൽ 3, 4ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം 7 എന്ന് വരും. ഓപ്ഷൻ എ 7 ആയിരിക്കും ഉത്തരം വരിക. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം പഠിച്ചില്ലേ? അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുകയാണ്. KS മെന്ററിന്റെ ഫോഴ്സ് 2025 എന്ന ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ, നല്ല നല്ല ക്ലാസ്സുകൾ, എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും ഫോഴ്സ് 2025 ബാച്ച് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് 10th പ്രിലിംസ് ഒക്കെ എക്സാം നടക്കാൻ പോവാണല്ലോ. അത് കഴിഞ്ഞാൽ എന്ത് വരും, 10th മെയിൻസ് വരാനുണ്ട്. 10th മെയിൻസിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 10th മെയിൻസും 12th മെയിൻസും കമ്പൈൻ ചെയ്തിട്ടൊരു ബാച്ചും ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇതുപോലെ തന്നെയാണ്. കൂട്ടണം എന്ന് പറഞ്ഞാൽ ഗുണിക്കണം എന്നാണ്, കുറക്കണം എന്ന് കഴിഞ്ഞാൽ ഹരിക്കണം എന്നാണ്, ഹരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്നതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇപ്പൊ 75 കൂട്ടണം 4 ഹരിക്കണം 2 കുറക്കണം 3 ഗുണിക്കണം 6 എന്ന് വരും അല്ലെ. ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോ 75ന്റെ കൂടെ 4 ഹരിക്കണം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 തന്നെ അല്ലെ. മൈനസ് 3 ഗുണിക്കണം 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 18. അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്, 77ന്ന് 18 കുറക്കുകയാണ്. 77ന്ന് 18 കുറച്ചു കഴിഞ്ഞാൽ ഉത്തരം എത്ര വരും? 59 എന്ന് വരും ആൻസർ. ഓപ്ഷൻ ബി 59 ആയിരിക്കും. അടുത്തത് താഴെ തന്നിരിക്കുന്ന ക്രിയ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഹരിക്കാനുള്ളത് ചെയ്യണം, ഗുണിക്കുന്നത് വേറെ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 295നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 885 എന്ന് വരും. കൂട്ടണം, ഇവിടെ ആരുണ്ട്, 45 ഗുണിക്കണം 2. നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണ്ടേ. ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 90 എന്ന് വരും. 90 ഹരിക്കണം 3 ഗുണിക്കണം 7. അപ്പൊ 885ന്റെ കൂടെ 90 ഹരിക്കണം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഗുണിക്കണം ഇവിടെ 7 ഉണ്ട്. അപ്പൊ 885ന്റെ കൂടെ 7 ഗുണിക്കണം 3 എത്ര വരും? 21. അപ്പൊ 30 ചെയ്ത് കഴിഞ്ഞാൽ 210. 885ന്റെ കൂടെ 210 കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എത്ര വരും? 1095 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാലോ. അടുത്ത എന്താ പറയുന്നത്, Q എന്ന് സൂചിപ്പിക്കുന്നത് കൂട്ടണം എന്നാണ്. അതുപോലെ J എന്ന് സൂചിപ്പിക്കുന്നത് ഗുണിക്കണം എന്നാണ്. T സൂചിപ്പിക്കുന്നത് കുറക്കണം എന്നാണ്. K സൂചിപ്പിക്കുന്നത് ഹരിക്കണം എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊക്കെ നമുക്ക് വില അങ്ങ് മാറ്റിയിട്ട് കൊടുക്കാം. 26 ഹരിക്കണം 2 കൂട്ടണം 3 ഗുണിക്കണം 6 കുറക്കണം 4 എന്ന് വരും. ഇതിനൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ, ഈ ലെറ്റേഴ്സിനെയൊക്കെ മാറ്റി ചിഹ്നങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഹരിക്കണം അല്ലെ. 26നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 13, 3നെ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 18, കുറക്കണം 4. അപ്പൊ എന്ത് വരും, 13 കൂട്ടണം 14. 13ഉം 14ഉം കൂട്ടിക്കഴിഞ്ഞാൽ 27 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? 12, 6, 24, 22, 48, 24. അപ്പൊ ഇത് എന്തോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഇതൊരു ഓൾട്ടർനേറ്റ് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം 12, പിന്നെ 6 വരുന്നു, പിന്നെ അത് 24 ആവുന്നു, പിന്നെ വീണ്ടും 12 വരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, 12 അത് കഴിഞ്ഞാൽ 6, 24, 12, 48, 24. അപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഞാനിവിടെ മനസ്സിലാക്കുന്നതാ
ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും എന്ത് വരുന്നത്, കൂടി കൂടി പോകുന്നത് അല്ലെ. 6 6 ഒരു സ്ഥലത്ത് 6 കൂടുന്നു, എന്നിട്ട് അത് 12 ആകുന്നു, എന്നിട്ട് 12ന്റെ ഇരട്ടി 24 ആകുന്നു. ഇങ്ങനെ ഇരട്ടി ഇരട്ടിയായിട്ട് പോവുകയാണ് അല്ലെ. അപ്പൊ അടുത്തത് എന്താ വരേണ്ടത്, 48ന്റെ ഇരട്ടിയാണ് വരേണ്ടത് അല്ലെ. 48ന്റെ ഇരട്ടി 96. ഓപ്ഷൻ ബി 96 ആയിരിക്കും നമുക്ക് ഇവിടുത്തെ ആൻസർ വരുന്നത്. അടുത്തത് 80ാമത്തെ ക്വസ്റ്റ്യൻ. 2 3 5 7 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 3 5 7 എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തായിരിക്കും അത്. അത് അഭാജ്യ സംഖ്യകളുടെ ഒരു സീരീസ് ആയിരിക്കും, അല്ലെങ്കിൽ ശ്രേണി ആയിരിക്കും. അപ്പൊ അഭാജ്യ സംഖ്യയില് 7 കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന ആരാ, 11. ഉത്തരം ബി 11 ആയിരിക്കും ആണല്ലോ. ഇനി അടുത്തത് ഇതാ 360 120 30 6. വിട്ട ഭാഗത്തെ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് 360 120 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയേ. 360നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 120 കിട്ടും. 360നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 120 കിട്ടും. ഇനി 120നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 30 കിട്ടും. 30നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 6 കിട്ടും. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും, 6നെ 6 കൊണ്ട് ഹരിക്കുന്നതല്ലേ, 1 ആയിരിക്കും ഉത്തരം. ഓപ്ഷൻ സി അല്ലെ. അപ്പോ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് കാണുമ്പോ എന്താ തോന്നുന്നത്, ഇത് കാണുന്ന സമയത്ത് 2 സെറ്റ് 5 7y 7 14x 9. അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, 2ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാല് 7 കിട്ടുന്നു അല്ലെ. 2ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 7 കിട്ടുന്നു. 5 കഴിഞ്ഞാൽ അടുത്ത അക്കം 7, അത് അവിടെ എഴുതി. ഇനി 7ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ 14 കിട്ടുന്നു. 7 കഴിഞ്ഞ അടുത്ത ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. ഇനി 9ഉം 14ഉം കൂട്ടിക്കഴിഞ്ഞാൽ 23 കിട്ടുന്നു. 9 കഴിഞ്ഞാലുള്ള അടുത്ത ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരേണ്ടത്, 34ഉം 13ഉം കൂട്ടിക്കഴിഞ്ഞാൽ 47 അല്ലെ. 47 എന്ന് വരണം. ഇനി അവസാനം എന്ത് വരണം, 13 കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ 15. അതെവിടെയാ വരുന്നത്, സിയിലാണ് വരുന്നത്. അടുത്തത് ലെറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ സെഡ് വൈ എക്സ് ഡബ്ല്യു വി. അപ്പോ താഴത്തേക്കാണ് പോകുന്നത്, സെഡ് നിന്ന് താഴേക്ക് ഓരോ അക്ഷരമായിട്ട് കുറഞ്ഞാ പോകുന്നത്. അപ്പൊ എന്ത് വരണം, നടുക്ക് യു എന്ന് വരണം. അപ്പൊ നമ്മൾ എടുത്ത ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഇപ്പൊ എന്ത് ചെയ്യാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്രേണിയിലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 1 2 4 7 11. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാ, ആദ്യം തന്നെ അതിന്റെ വ്യത്യാസം എടുത്തു നോക്കാം. വ്യത്യാസം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടെ വ്യത്യാസം 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, അടുത്ത് എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉത്തരം 16 ആയിരിക്കും അല്ലെ. വ്യത്യാസം 1 2 3 ആയിട്ട് ഇങ്ങനെ കൂടി കൂടി പോവാണ്. 1 2 3 4 5 എന്ന ക്രമത്തിൽ കൂടി പോവാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 1, അത് കഴിഞ്ഞാൽ 1, പിന്നെ 2 അല്ലെ. ഈ 1ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. 2ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. 3ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും. 5ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. അപ്പൊ അടുത്ത എന്തായിരിക്കും, 5ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും, 13 എന്ന് വരും. ഓപ്ഷൻ എ 13 എന്ന് വരും. ഇങ്ങനെ ഒരു സീരീസിന്, ഈ ഒരു ശ്രേണിക്ക് ഒരു പ്രത്യേകം പേര് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ആ പേര് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ കമന്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിട്ടുള്ള ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8 14 24 38 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതാ നമ്മൾ ഒന്ന് ഇവിടെ എഴുതി നോക്കാം. 8 14 24 38. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കണം. 8ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര, 6. ഇനി 14 24ഉം തമ്മിലുള്ള വ്യത്യാസം 10. അടുത്തത് 24ഉം 38ഉം തമ്മിലുള്ള വ്യത്യാസം 14. അപ്പൊ നിങ്ങൾ നോക്കിയേ, 4 കൂടി കൂടി പോവാണ്, 4 കൂടി കൂടി പോവാണ്. അടുത്തത് ഏതായിരിക്കും, 18 ആയിരിക്കും കൂട്ടേണ്ടത്. 18 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും, 56. ഓക്കെ, 56 എന്ന് വരും. ഉത്തരം 56 ആയിരിക്കും. അടുത്ത തന്നിരിക്കുന്നത്, താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക എന്നാണ്. നമ്മൾ വീണ്ടും പറയാണ്, വ്യത്യാസം കണ്ടെത്തുക. 3ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം
3 അല്ലെ. ഇനി 6ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 5, 11ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 7, 18ഉം 27ഉം തമ്മിലുള്ള വ്യത്യാസം 9. അപ്പൊ അടുത്ത വ്യത്യാസം ഏതായിരിക്കും വരേണ്ടത്? സ്വാഭാവികമായിട്ടും 11 ആയിരിക്കും. 27ന്റെ കൂടെ 11 കൂട്ടിക്കഴിഞ്ഞാല് 38 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 38 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ. സമാന ബന്ധങ്ങൾ കണ്ടുപിടിക്കുക അല്ലെ. അടുത്തത് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. നെഫ്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പേശ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. വൃക്കകളായിരിക്കും അല്ലെ. അതുപോലെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിട്ട് ഒരാൾ വരും. ആര്? നെഫ്രോളജി എന്നൊക്കെ പറഞ്ഞിട്ട് മേഘങ്ങളെ കുറിച്ചുള്ള പഠനം, അതുപോലെ പെട്രോളജി പാറകളെ കുറിച്ചുള്ള പഠനം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അതൊക്കെ ഓർത്ത് വെക്കുക. അത് വീണ്ടും വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 32 ഗുണിക്കണം 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2334 47 ഗുണിക്കണം 67 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 7476 അങ്ങനെയാണെങ്കിൽ 13 ഗുണിക്കണം 72 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ബന്ധം ആദ്യമേ കണ്ടുപിടിച്ച് വെക്കണം. ബന്ധം കണ്ടുപിടിക്കാൻ എന്താ വേണ്ട? ഇവിടെ നോക്കിയേ, 32 ഗുണിക്കണം 43. ഇത് നേരെ തിരിച്ചിട്ടതല്ലേ. 32 ഗുണിക്കണം 43. 32നെ എന്താക്കി? 23 ആക്കി. 43നെ 34 ആക്കി. അപ്പൊ എന്ത് കിട്ടി? ഈ തന്നിരിക്കുന്ന സംഭവം കിട്ടി. അങ്ങനെ അടുത്തത് നോക്കിക്കേ, 47 ഗുണിക്കണം 67 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 74ഉം 76ഉം നേരെ തിരിച്ചിട്ടു. അപ്പോഴോ എന്താ കിട്ടി? ഇതാ ഇത് കിട്ടി. അങ്ങനെയാണെങ്കിൽ 13 ഗുണിക്കണം 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്താ 13നെ തിരിച്ചിട്ടു. 31 27. 31 27 അവിടെ കിടക്കുന്നതാ ഡിയിൽ കിടപ്പുണ്ട്. ഉത്തരം ഡി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 ഗുണിക്കണം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30. 4 ഗുണിക്കണം 5 എന്തായാലും 30 അല്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്കിതിന് അടുത്തടുത്ത സംഖ്യ ഓരോന്നോരോന്നായിട്ട് കൂട്ടി നോക്കാം അല്ലെ. ഓരോന്നിലും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 5 ഗുണിക്കണം 6 ആണ് 30. അപ്പൊ നമ്മൾ 4ന്റെ കൂടെ 1 കൂട്ടിയിട്ട് 5 ആക്കി, 5ന്റെ കൂടെ 1 കൂട്ടിയിട്ട് 6 ആക്കി. അപ്പൊ എന്ത് കിട്ടി? 30 എന്ന് കിട്ടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ 7 ഗുണിക്കണം 3 32 എന്നാ പറഞ്ഞിരിക്കുന്നത്. 7ന്റെ കൂടെ 1 കൂട്ടി 8 ആക്കി, 3ന്റെ കൂടെ 1 കൂട്ടി 4 ആക്കി, 4 ഗുണിക്കണം 8 32. കറക്റ്റ് ആണല്ലോ. അപ്പൊ 6 ഗുണിക്കണം 4 എന്നുള്ളത് നമ്മൾ എന്താക്കി? 7 ഗുണിക്കണം 5 എന്നാക്കി 35. അപ്പൊ അതും കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അടുത്തത് എന്താ എഴുതാൻ പോകുന്നത്? 8ന് പകരം 9 ഗുണിക്കണം 0ന് പകരം 1. അപ്പൊ എത്ര വരും? 9 എന്ന് വരും. ആൻസർ ഡി ആയിരിക്കും, 9 ആയിരിക്കും. അപ്പൊ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അടുത്തത് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 143 ആണ്. 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം 12ന്റെ സ്ക്വയർ 144 ആണ്. 12ന്റെ സ്ക്വയർ 144 ആണ്. അതിൽ നിന്ന് ഒന്ന് കുറച്ചതല്ലേ 143 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 19 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 19ന്റെ സ്ക്വയർ 361. അതിൽ നിന്ന് ഒന്ന് കുറക്കുക. ഉത്തരം എത്രയായിരിക്കും? 360 ആയിരിക്കും അല്ലെ. ഓപ്ഷൻ സി 360 ആയിരിക്കും ഉത്തരം വരുന്നത്. അടുത്തത് ABDC. ഓക്കെ, ABDC എന്ന് പറയുന്നത് എന്താവുകയാണ്? EFHG ആവുകയാണ്. EFHG ആവുകയാണ്. അപ്പൊ ഡി കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ഇയിൽ തന്നെയാണ് സീരീസ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ MNPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? MNPO എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിന് സമമായിരിക്കും? ഇതാ എമ്മിന് തൊട്ട് മുന്നേ ഉള്ളത് L അല്ലെ. എല്ലിന് തൊട്ട് പിറകുള്ളത് K. ഇത് എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക? KL എന്നല്ല, LK എന്നായിരിക്കും. തിരിച്ചിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയല്ലേ ഉള്ളത്. CD എന്ന് വേണ്ടത് DC എന്ന് എഴുതിയേക്കാണ്. അപ്പോ LK എന്ന് എഴുതാൻ നോക്കിയാൽ മതി. LK എന്ന് അവസാനം വന്നിരിക്കുന്നത് എവിടെയാണ്? സിയിലാണ്. LK എന്ന് എഴുതിയിരിക്കുന്നത് സിയിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഈ ഒരു കോഡ്, രണ്ടിന്റെ കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നോക്കുമ്പോ അവസാനം നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? ING എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 752 ആണെന്ന് മനസ്സിലാകും. 752 ആണെന്ന് മനസ്സിലാകും. അപ്പൊ ഗോയിങ്ങിൽ എന്തുണ്ട്? ഗോയിങ്ങില് ING ഇല്ലേ? ഗോയിങ്ങിൽ ING ഉണ്ട്. അപ്പൊ എന്ത് വരണം? 752 എന്ന അവസാനം വരണം. അത് എവിടെ മാത്രമേ ഉള്ളൂ? ഡിയില് മാത്രമേ ഉള്ളൂ. അപ്പൊ ഉത്തരം ഡി ആയിരിക്കും. ഒരുപാട് സമയം കളയരുത്, ഇങ്ങനെ നോക്കിയിട്ട്.
അടുത്തത് മെത്തേഡ് എന്ന വാക്കിന്റെ കോഡ് NDUGPC എന്നാണ്. അപ്പോ മെത്തേഡിന് എങ്ങനെ NDUGPC എന്ന് വരുന്നത് നോക്കാം. എമ്മിന്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? N ആയി. ഇയിൽ നിന്നും ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ എന്തായി? D ആയി. അടുത്തത് ടിയുടെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? U ആയി. ഇനി അടുത്തത് എച്ചിൽ നിന്നും ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ എന്തായി? G ആയി. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി +1 -1 +1 -1 എന്നൊരു ഫോർമാറ്റിലാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കണം? അടുത്തത് ഡിസൈനിന്റെ കോഡ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് എന്ത് വരും? ഡിയുടെ കൂടെ ഒന്ന് കൂട്ടി, കഴിഞ്ഞാൽ ഇ എന്ന് വരും. ഇയിൽ നിന്നും ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ഡി എന്ന് വരും. ഈ ഡിയിലായിരിക്കും നമ്മുടെ ഇത് തുടങ്ങുന്നുണ്ടാവുക, സീരീസ് തുടങ്ങുന്നുണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിയും ബിയും അങ്ങ് ഒഴിവാക്കി. ബാക്കി എന്താ ഉള്ളത്? സിയും എയും ആണുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അവസാനം എന്താണ് വരുന്നത് എന്ന് നോക്കാം അല്ലെ. അവസാനം എന്താ വരുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. കാരണം എന്താണ്? ബാക്കിയൊന്നിലും അവസാനത്തെ രണ്ടക്ഷരത്തിലാണ് വ്യത്യാസം വരുന്നത്. അവസാനത്തെ രണ്ടക്ഷരത്തിൽ വ്യത്യാസം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് N അല്ലെ. എന്നില് കറസ്പോണ്ടിങ് ആയിട്ട് N തന്നെയാണ് ഉള്ളത്. അതെന്തായാലും വരാൻ സാധ്യതയില്ല. എന്ത് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ? N-1 M മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു കോഡില് കോർണർ എന്ന് പറയുന്നത് എന്താണ് എഴുതിയേക്കുന്നത്? GSVRIV എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ സെൻട്രലിന് എന്തായിരിക്കും കോഡ് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കോർണറിൽ 2 R കാണുന്നില്ലേ? ആ സ്ഥലത്ത് എന്താ ഉള്ളത്? 2 B അല്ലേ. അപ്പൊ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ഉള്ളത്? B ആണുള്ളത്. അപ്പൊ ഉത്തരത്തിൽ എന്തുണ്ടാകും? ആറിന് ഇവിടെ സെൻട്രലിലെ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? B ഉണ്ടാകും. ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അപ്പൊ അടുത്തത് വയസ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് അല്ലെ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മകളുടെ വയസ്സ് X ആയിട്ട് എടുക്കാം, അമ്മയുടെ വയസ്സ് എന്തായിട്ട് എടുക്കാം? 3 Y ആയിട്ട് എടുക്കാം അല്ലെ. Y ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 4 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. 4 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് 4 കുറവായിരിക്കുമല്ലോ. അത് എന്തിന് ഈക്വൽ ആണെന്നാ പറഞ്ഞത്? ആ സമയത്ത് മകളുടെ വയസ്സ്, അതായത് മകൾക്കും 4 വയസ്സ് കുറവായിരിക്കും. ആ വയസ്സിന്റെ 3 ഇരട്ടിയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം കിട്ടി. Y - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3x - 12 ആണ്. ഈ 4ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ Y എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3x - 8 എന്ന് വരും. 3x - 8 എന്ന് വരും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അടുത്ത ക്വസ്റ്റ്യന്റെ അടുത്ത ഭാഗം പറഞ്ഞിരിക്കുന്നത് 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും. എത്ര കൊല്ലം കഴിഞ്ഞാൽ? 6 കൊല്ലം കഴിഞ്ഞാല്. അപ്പൊ 6 കൊല്ലം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയ്ക്ക് എന്ത് ചെയ്യും? 6 വയസ്സ് കൂടും, മകൾക്കും 6 വയസ്സ് കൂടും. പക്ഷെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 ഇരട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ Y കൂട്ടണം 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2x കൂട്ടണം 12ന് തുല്യമായിരിക്കും ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് മകളുടെ വയസ്സാണ്. അപ്പൊ Yക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാം? ഈ തന്നിരിക്കുന്നത് കൊടുക്കാം. അപ്പൊ Yക്ക് പകരം 3x - 8 ഈക്വൽ ടു 2x. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു 6 കൂടെ ഉണ്ട് അല്ലെ. ഇവിടെ കൂട്ടണം 6 ഉണ്ട്. 2x കൂട്ടണം 12 എന്ന് വരും. -8ന്റെ കൂടെ 6 കൂട്ടിക്കഴിഞ്ഞാല് -2. അപ്പൊ 3x - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2x കൂട്ടണം 12 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2xനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, -2നെ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ആയിരിക്കും. x എന്ന് പറഞ്ഞാൽ എന്താ? മകളുടെ വയസ്സാണ്. അപ്പൊ ഉത്തരം ബി ആയിരിക്കും ശരിയായ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അച്ഛന്റെയും മകന്റെയും വയസ്സ് തമ്മിലുള്ള അനുപാതം 5:2 ആണ്. അപ്പൊ മകന്റെ വയസ്സ് 2x ആണെങ്കിൽ അച്ഛന്റെ വയസ്സ് എന്തായിരിക്കും? 5x ആയിരിക്കും. ഇനി 10 വർഷത്തിന് ശേഷം അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണ്
എങ്കിൽ ഇപ്പോഴത്തെ മകന്റെ പ്രായം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ള പ്രായം എന്താണ്? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതാ 5x കൂടെ 10 കൂട്ടിയപ്പോ എന്താണ്? 2x കൂടെ 10 കൂട്ടിയതിനെ 2 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? 2 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5x കൂട്ടണം 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4x കൂട്ടണം 20 തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്ന് കിട്ടും. അപ്പൊ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? 2x ആണ്. അപ്പൊ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം 20 ആയിരിക്കും. ഓക്കെ, ഉത്തരം 20 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം 54 ആണെങ്കിൽ മകന്റെ പ്രായം എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, തന്നിരിക്കുന്ന അച്ഛന്റെ പ്രായത്തിന് നേരെ പകുതി ആയിക്കോ, അതായിരിക്കും മകന്റെ വയസ്സ്. ഓപ്ഷൻ സി 54ന്റെ പകുതി 27, അതായിരിക്കും ഉത്തരം. അടുത്തതാണെങ്കിലോ, ഇന്ന് അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സാണ്. 5 വർഷം മുമ്പ് ഇത് 4 ഇരട്ടി ആയിരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മകന്റെ വയസ്സ് x ആയിട്ട് എടുക്കുക. അപ്പൊ അച്ഛന്റെ വയസ്സ് എന്തായിരിക്കും? 3x ആയിരിക്കും അല്ലെ? അങ്ങനെയല്ലേ തന്നിരിക്കുന്നത്. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം മുമ്പത്തെ കാര്യം പറയുന്നത്. അപ്പൊ 3x - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് x - 5നെ നമ്മൾ എന്ത് ചെയ്യാണ്? 4 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. 4 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് 3x - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x - 20 തുല്യമായിരിക്കും. അപ്പൊ എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, 20നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പൊ എന്താ കിട്ടും? x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 എന്ന് കിട്ടും. എക്സിന്റെ വില 15 എന്ന് കിട്ടും. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അച്ഛന്റെ വയസ്സ് എത്രയാണെന്നാണ്. അച്ഛന്റെ വയസ്സ് എത്രയാണ്? 3x ആണ്. 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഗുണിക്കണം 3 എത്ര വരും? 45 എന്ന് വരും. ഓപ്ഷൻ ബി 45 ആയിരിക്കും ആൻസർ വരിക. അടുത്തത് എ ബി എന്നിവരുടെ വയസ്സിന്റെ റേഷ്യോ 5:4 ആണ്. ഇനി 5 വർഷം കഴിഞ്ഞാൽ അത് 10:9 ആകും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേ? എയുടെ വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x ആണ്. ബിയുടെ വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x ആണ്. ഇനി 5 വർഷം കഴിഞ്ഞ ഇവരുടെ വയസ്സ് എന്താകും? 5x കൂട്ടണം 5ഉം 4x കൂട്ടണം 5ഉം എന്ന് വരും. ഇവര് തമ്മിലുള്ള റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത് 10/9. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന് നമുക്ക് അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് 9 ഗുണിക്കണം 5x കൂട്ടണം 5 ഈക്വൽ ടു 10 ഗുണിക്കണം 4x കൂട്ടണം 5. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരും? 45x കൂട്ടണം 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 40x കൂട്ടണം 50 എന്ന് വരും. അപ്പൊ നമുക്ക് എക്സിനെയൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? 40 ഇങ്ങോട്ട് കൊണ്ടുവന്നു, 45നെ അങ്ങോട്ട് വന്നു. 5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 5 ആയിരിക്കും. 5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എയുടെ ഇന്നത്തെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് 5x എത്രയാണെന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഉത്തരം എന്തായിരിക്കും? സി ആയിരിക്കും. 5 തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 40 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥന്റെ റാങ്ക് മുന്നിൽ നിന്ന് 19ാമതാണ്. അവസാനത്ത് നിന്നും വിശ്വനാഥന്റെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 40 19 കുറക്കുന്നു, 1 കൂട്ടുന്നു. അതായത് 41 19 കുറച്ചു കഴിഞ്ഞാൽ 22 ആയിരിക്കും ഉത്തരം വരിക. ഓപ്ഷൻ എ. കിട്ടിയല്ലോ? ദാ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. 42 പേര് പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ കണക്ക് പരീക്ഷയിൽ ദിലീപിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 18ാമത് ആണെങ്കിൽ പിന്നിൽ നിന്നും കണക്കാക്കിയാൽ ദിലീപിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ 42 18 കുറക്കുന്നു, 1 കൂട്ടുന്നു. അതായത് 43 18 കുറച്ചു കഴിഞ്ഞാൽ എത്ര വരും? എത്രയായിരിക്കും? 25. 43 18 കുറച്ചു കഴിഞ്ഞാൽ 25 ആയിരിക്കും ഉത്തരം വരിക. ഓപ്ഷൻ എ. അപ്പൊ നമ്മൾ ഈ ഒരു 100 ക്വസ്റ്റ്യൻ പഠിച്ചല്ലോ. ഇത് ഇന്ന് തന്നെ പഠിക്കാട്ടോ എല്ലാവരും. അപ്പൊ ഇതുപോലെ ഇനിയും പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഒന്നുകൂടി നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഫോഴ്സ് 2025 എന്ന ബാച്ച് KS മെന്ററിൽ ആരംഭിക്കാൻ പോവാണ്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ 10th മെയിൻസിന്റെ ക്ലാസ് കൂടി ആരംഭിക്കുകയാണ്. ഈ 10th പ്രിലിംസ് കഴിയാൻ പോവാണ്. അപ്പോൾ 10th മെയിൻസിന്റെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. അതുപോലെ 10th +2 കോമൺ ബാച്ചും ആരംഭിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പൊ താങ്ക്